നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും പൊതുവേദി സ്ത്രീകളുടെ പ്രതികരണമാണ് ആരായുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് വീട്ടിലെ പ്രസവമാണ്. 2000-ലധികം പ്രസവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വീടുകളിൽ നടന്നത് എന്ന ഒരു വിവരം പുറത്തു വരികയാണ്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇതിന് കാരണം എന്ന് ഒരു വശത്ത് നമുക്ക് കാണേണ്ടതുണ്ട്. മറുവശത്ത് ചില മതപണ്ഡിതന്മാരും ഇതിനനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന സംശയം കൂടി കനപ്പെട്ടു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. വീട്ടിലെ പ്രസവത്തിൻ്റെ കാരണം എന്ത്? പ്രധാനമായും സ്ത്രീകളിൽ നിന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം ആരായുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ കുഞ്ഞാമതിന് എന്ത് തോന്നുന്നു? ഇത് മതപരമായൊരു പിന്തുണ ഇതിന് ലഭിക്കുന്നു എന്ന സംശയത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ശ്രീ കുഞ്ഞാമത്? നമസ്കാരം സാറ്. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതാണ്, അന്ധവിശ്വാസത്തിന്റെ പടുകയിൽ കുറെ ആൾക്കാർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അതിന്റെ ഫലം അവരെ വീട്ടിലെ പ്രസവം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി നടപടി എടുക്കണം. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഞാൻ പ്രധാനമായും സ്ത്രീകളുടെ ഒരു പ്രതികരണം കൂടുതൽ ഈ വിഷയത്തിൽ നമുക്കിന്ന് പൊതുവേദി പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. മലപ്പുറത്ത് ഒരു വലിയ ഒരു വിഷയം ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ഈ വീട്ടിലെ പ്രസവം ചർച്ചയാകുന്നത്. പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവം മൂലം പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ എന്ന യുവതി മരിക്കുന്നു. അതിനെ തുടർന്ന് ഉള്ള പ്രശ്നങ്ങൾ ആണ് പിന്നീട് വലിയ തോതിൽ ചർച്ചയാകുന്നത്. പ്രസവം നടന്ന ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തി പ്രതി മറുപിള്ളയും അതുപോലെ രക്തം കലർന്ന തുണികളും കുഴിച്ചിട്ട സ്ഥലമൊക്കെ പോലീസിന് കാണിച്ചു കൊടുത്തു. ഫോറൻസിക് വിഭാഗങ്ങൾ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു. കുഴിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ കസ്റ്റഡിയിലെടുത്തു. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് ശ്രീ ബാലകൃഷ്ണൻ വടകര. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു? സാർ നമസ്കാരം. നമസ്കാരം. ഇനിയിപ്പോ മലപ്പുറത്ത് വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് 8-ന്റെ പേരിൽ നടപടിയോ പ്രശ്നമോ ഉണ്ടാക്കുമാരെങ്കിലും അതായിപ്പം ഭയം. കാരണം മലപ്പുറത്തെ പറ്റിയൊന്നും പേരെടുത്തൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. വെള്ളാപ്പള്ളി എടാത്തിന് രണ്ടു മുമ്പേ പറഞ്ഞപ്പോ വലിയ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങള് മലപ്പുറത്തെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനകത്തുള്ള ഒരു ജില്ല എന്ന നിലയിൽ അവരെ ഒറ്റപ്പെടുത്താനോ വേർതിരിക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിക്കാനോ ഒന്നും ഞങ്ങൾ പറയാറില്ല. ഞങ്ങളുടെ ഒരു നിലപാട്, ഞങ്ങൾ ശാസ്ത്രീയമായ മനുഷ്യൻ്റെ നന്മയും അല്ലെങ്കിൽ അതുപോലെ ആരോഗ്യ പരിപാലന രംഗത്തുണ്ടാക്കേണ്ട നേട്ടങ്ങളെയൊക്കെ കുറിച്ച് നടത്തിയ പൊതു പഠനങ്ങൾ ചിലപ്പോൾ ചില പ്രത്യേക ജില്ലകളിൽ ഇപ്പോൾ ആലപ്പുഴയിൽ മന്ത് ഒരു പ്രധാന വിഷയമായി ഉയർന്നു വരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ആലപ്പുഴ അവഗണിക്കുക എന്നല്ല, അവിടുത്തെ സാഹചര്യങ്ങൾ പഠിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്കും പറയാനുള്ളത്. ഒന്ന് പറഞ്ഞോട്ടെ സാർ. പറയൂ. കേരളത്തില് 14 ജില്ലകളുണ്ട് സാർ. മറ്റേതെങ്കിലും ഒരു ജില്ലയില് വീട്ടിലെ പ്രസവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും പ്രസവിക്കുന്നുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ 1377 പ്രസവങ്ങൾ മലപ്പുറത്ത് നടന്നപ്പോൾ മൊത്തം സംസ്ഥാനത്ത് 29,031. അതായത് പകുതി മറ്റു സ്ഥലങ്ങളിലുമാണ്. മലപ്പുറത്തെ മാത്രം അങ്ങനെ കുറ്റം പറയേണ്ടതില്ല. അല്ല, അത് ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ പേരിൽ അന്ധവിശ്വാസത്തിനാണ് അവർ മരണത്തിലേക്ക് കീഴ്പ്പെട്ടോട്ടെ. അതിനെന്താ ഇവിടെ പ്രശ്നം? അതിനായിരിക്കും അവിടെ പ്രശ്നം? അതിൽ പ്രശ്നമുണ്ട്. ആളുകൾ അങ്ങനെ കീഴ്പ്പെടാൻ ഉണ്ടെങ്കിൽ അത് സർക്കാർ ഇടപെടണം. അതിന് ആർജവുണ്ടോ സർക്കാരിന്? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സർക്കാർ അത് ഗൗരവമായി എടുക്കുകയും പറയാന്നല്ലാണ്ട് അങ്ങനത്തെ സംഭവം പണ്ടൊരു കുത്തിവെപ്പ് എടുക്കാതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ? അതിനെ നേരിടാൻ സർക്കാരിനായിട്ടുണ്ട്. ആർജവുണ്ട് സർക്കാരിന്. ആയതുകൊണ്ടല്ലേ ഇപ്പൊ പ്രതിയെ നേരിട്ടത്. ആർജവില്ല ഈ സർക്കാരിന്. ഇത് നല്ല കേരളം ഭരിക്കുന്ന സർക്കാരിനാണ് ആർജവില്ല. ഇല്ലെങ്കിൽ വീട്ടിലൊരാൾ പ്രസവിക്കത്തില്ല. ശരി, വ്യക്തമാണ്. ശക്തമായ നിയമ നടപടി ഉണ്ടാവുമെന്ന് പേടിയുണ്ടാവും. ശരി, വ്യക്തമാണ്. ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്കിനോ അവർക്ക് ഒരു എല്ലാം ചെയ്യാൻ വിടാം. അതാണ് ഇവിടുത്തെ സ്ഥിതി. ശരി, വ്യക്തമാണ്. പിന്നെ മൊയ്തീൻ കുഞ്ഞിന്റെ അഭിപ്രായം എന്ത്? നമസ്കാരം. നമ്മൾ പ്രധാനമായി സ്ത്രീകളുടെ അഭിപ്രായമാണെന്ന് ആരായുന്നത്. ഞാൻ അവർക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകരായതുകൊണ്ട് പലരെയും ഞാൻ വിളിച്ചപ്പോൾ അതിൽ അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ പെട്ടെന്ന്. ആദ്യത്തെ 2 പ്രസവം ഹോസ്പിറ്റലിൽ അങ്ങോട്ട് നടന്നു കാണാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 പ്രസവം വീട്ടിൽ നടത്തി. അപ്പൊ വീട്ടുകാർ ഇതിന് പങ്കാണല്ലോ. സ്വന്തം വീട്ടിൽ 2 കഴിഞ്ഞ് 3ാമത്തിലാണ് ഇപ്പൊ ഈ മരണം സംഭവിച്ചേക്കുന്നത്. ശരി, വീട്ടുകാരെ പിടിക്കണം. അതാണ് വേണ്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൈനുദാസൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഇവിടെ? മതമാണോ അന്ധവിശ്വാസമാണോ എന്താണ് കുറ്റം?
ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പോ നാട്ടിൽ എന്തെല്ലാം സുവിധകളുണ്ട്, അതായത് എന്തെല്ലാം നൂതന സംവിധാനങ്ങളുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ നിയമത്തിന്റെ വഴിക്കേ പോകാൻ പാടുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷംസു പറയൂ. ഷംസു, ഷംസുവിന് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ഷംസു മലപ്പുറം ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മലപ്പുറം ജില്ല പൊന്നാനി. പൊന്നാനി. അപ്പൊ ഷംസുവിന് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആളുകൾ ഇതിലേക്ക് പോകുന്നത്? അന്ധവിശ്വാസം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? മതപണ്ഡിതരുടെ പിന്തുണ കൊണ്ടാണോ? എന്താണ് തോന്നുന്നത്? ഇല്ല, നമ്മള് മലപ്പുറം ജില്ലയല്ല, കേരളത്തില്, ഇന്ത്യയില് മൊത്തം ആദ്യം എല്ലാ വീടുകളിൽ നിന്നാണ് പ്രസവങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ലേ ഡോക്ടർമാരും ഹോസ്പിറ്റലും അങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് മലപ്പുറത്തെ പറ്റി എന്ന് പറയുമ്പോ അവിടുത്തെ ജനങ്ങള് മറ്റു രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോ മലപ്പുറം ജില്ലയിൽ മാത്രമല്ലല്ലോ സാറേ, ഇതിപ്പോ എല്ലാ ജില്ലകളിലും വീടുകളിൽ നിന്ന് പ്രസവിക്കുന്നില്ലേ? ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ജില്ലയുടെ പേരിൽ തന്നെ നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് തന്നെ വളരെ മോശമാണ്. ഇത് എന്തോ ഒരു ജില്ലയെ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഏറ്റവും കൂടുതൽ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം കാണുമ്പോൾ അതിനെ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ജില്ലയായിട്ട് എടുക്കേണ്ട. ഓക്കെ, അത് സാർ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ ഇവിടെ ഒരു 50-60% വീടുകളിൽ നിന്നാണ് പ്രസവിച്ചിരുന്നത്. ഇപ്പൊ അതൊരു വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന അത്രേ ഉള്ളൂ അങ്ങനത്തെ പ്രസവങ്ങൾ നടത്തുന്നത്. അതും ഇല്ലാണ്ടാവണം എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ ചുരുങ്ങിക്കൊണ്ടുവരികയാണ് എന്നാണ് ഷംസു പറയുന്നത്. അത് നല്ലൊരു പോസിറ്റീവ് ട്രെൻഡാണ്. ഇത് കുറയുന്നു എന്നാണ് ഷംസു പറയുന്നത് അല്ലേ? വ്യക്തമാണ്. വ്യക്തമാണ്. ഷംസുവിൻ്റെ പ്രതികരണം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശരത്ത്. അത് ഞാൻ പ്രധാനമായും സ്ത്രീകൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നാണ് ഞാൻ കേൾക്കാൻ ആരായുന്നത്. ശരത്ത്, പെട്ടെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഞാൻ പറയുന്നത്, നമ്മൾ ഈ പണ്ടത്തെ ഈ കഥകളും സിനിമകളൊക്കെ കാണുമ്പോൾ ഈ പണ്ടത്തെ കാലത്ത് വയസ്സായ കുറെ അമ്മമാര് സ്റ്റേജസ് വന്നിട്ട് ഈ പ്രസവം എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്. പക്ഷെ അതിനുശേഷം പിന്നെ ആശുപത്രിയിലേക്ക് മാറി. ഇപ്പൊ വീണ്ടും പഴയ അതേ കാലഘട്ടത്തിലോട്ട് പോകുന്നത് ശരിയല്ല. കാരണം വീട്ടില് വെച്ച പ്രസവം നടക്കുന്ന വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണിത്. വ്യക്തമാണ്. സനൽ നമുക്കൊപ്പം ചേരുന്നത് ഹരിപ്പാട് എന്നതാണ്. സനൽ സാറേ, ഇത് നമ്മുടെ ഈ കാലം മാറുന്നതിന്റെ അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് സാധാരണ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് നമ്മൾ വീണ്ടും പഴയ യുഗത്തിലേക്ക് പോകുന്ന പോലുള്ള ഒരു രീതി. അത് സത്യത്തിൽ നമ്മുടെ നിയമത്തെ ഒരിക്കലും പേടിയില്ലാത്ത ഒരു അവസ്ഥയാണ് ജനങ്ങൾക്ക്. അത് മാറണം സർ. നിയമം എവിടെയാണേലും അതാത് സ്ഥലത്തെ നിയമം അനുസരിക്കാൻ സ്ത്രീ ആണേലും പുരുഷനായാലും തയ്യാറാകേണ്ടതുണ്ട്. ആ നിയമത്തിന് കർശനമായ നടപടി ഇല്ലാത്തടത്തോളം കാലം തുടരും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്ന രാജഗോപാലാണ് അല്ലേ? ശ്രീ രാജഗോപാൽ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇതിനകത്തൊരു മതത്തിനെ മാത്രം നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടെ കർശനമാക്കുകയും വളരെ കൃത്യമായ മനുഷ്യ കുരുതിയുടെ പേരിൽ തന്നെ പിന്നെ ഇവരെ കൊലപാതകത്തിന് കേസെടുക്കുകയും എന്ന തരത്തിൽ നിയമ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. രണ്ട്, അത് നമ്മുടെ സമൂഹത്തെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മതപ്രവർത്തകരും അതുപോലെ തന്നെ അയൽവക്കക്കാരും സാമൂഹ്യമായ കൂട്ടായ്മകളും സാംസ്കാരിക സംഘടനകളും മാധ്യമങ്ങളും അടക്കം ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഒരു മതവും നിങ്ങൾ പിന്നെ വീട്ടിൽ പ്രസവിക്കണമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോവാണ്. നമ്മൾ പ്രധാനമായും സ്ത്രീകളുടെ ഒരു പ്രതികരണം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സ്ഥിരം പ്രേക്ഷകരുണ്ട് സ്ത്രീകളെ, ഞാൻ അവരൊക്കെ വരുമെന്നാണ് വിചാരിക്കുന്നത്. മുഹമ്മദ് മഞ്ചേരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാൻ 2 വാക്കാറുണ്ട് സാറേ. പഴയ കാലത്തെ ഈ പിന്നെ ഈ ഞങ്ങളെ ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ വെച്ചിരുന്നതേ പ്രസവിച്ചിരുന്നതേ ഈ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ പ്രസവിക്കുക, അതിന് ആ പ്രസവം അടുപ്പിച്ചിട്ട് അവിടെ ഒരു പിഞ്ഞാണ എത്തുന്ന പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അത് മൊല്ലാക്ക എഴുതി തരും. മൊല്ലാക്ക പിഞ്ഞാണത്തിൽ ഒരു മഷിയുണ്ട് എഴുതി തരും, പ്രത്യേക ഒരു മഷിയുണ്ട്. ആ മഷിയുണ്ട് എഴുതി തന്നിട്ട് അത് ഒരു തുണി കെട്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതില് വെള്ളം കലക്കിക്കാണ്ട് ആ പെണ്ണിന് കുടിച്ചാൻ കൊടുക്കുക. ഇതായിരുന്നു അന്നത്തെ പിഞ്ഞാണയത്തിന്റെ പ്രധാന ചികിത്സകളൊന്ന്. പിന്നെ ആ പിഞ്ഞാണയത്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് മൊല്ലാക്കർ ഒരു അയൽസിമാരിക്കത്തൊരു സാധനം കൈ കെട്ടാനും കൊടുക്കും. അങ്ങനെയാണ് പ്രസവം നടന്നത്. അങ്ങനെ എല്ലാവരും അങ്ങനെ. ഈ 2025 ഇതൊക്കെ പിന്നെ സംഭവിക്കേണ്ട കാര്യമാണോ ശ്രീ മുഹമ്മദ്?
അത് അങ്ങനെയായിരുന്നു ആ കാലത്ത്. ഇന്നിപ്പോ എന്ത് ചെയ്തു, അവര് വയറ്റാട്ടികൾ എന്ന് പറഞ്ഞ ഒരാൾക്കാരാണ് അന്ന് ഇവരെ പ്രസവം എടുത്തിരുന്നത്. ആ പ്രസവം എടുത്ത ഈ വയറ്റാട്ടികള് ഇങ്ങനെ എടുക്കുമ്പോ സർക്കാർ എന്ത് ചെയ്തു അറിയോ, അവരോട് ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. അല്ല, പഴയ കാലത്തെ കഥയൊക്കെ നമുക്കറിയാം, പലരും വീട്ടിലൊക്കെ പ്രസവിച്ചിരുന്നു. ഇന്ന് അതൊക്കെ മാറി. പലരും അന്ന് സ്വന്തം നിലയ്ക്ക് മന്ത്രവാദിയെ കണ്ടിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ, പനി വരുമ്പോൾ ജപിച്ച് കെട്ടിയിരുന്നു. ആ കാലമൊക്കെ മാറി. നമ്മളിപ്പോൾ പനി വരുമ്പോൾ മരുന്നാണ് കഴിക്കുന്നത്. ഈ കാര്യം മാറാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ദിവാകരൻ തലശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരന് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഇപ്പോഴും ഈ പഴയകാല ചികിത്സാ രീതികൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അത് ശീലിച്ചത് പാലിക്കുന്നു പറഞ്ഞ അന്ധവിശ്വാസികൾ എന്ന പരിഷ്കരിച്ച് ചന്ദ്രനിൽ വരെ കാല് കുത്തി. അന്നത്തെ കാലം 10 പ്രസവിച്ചു കഴിഞ്ഞാല് ചിലപ്പം 2, 3 1 കിട്ടും. ഇപ്പൊ അതല്ല, 10 വർഷം 10 തന്നെ കിട്ടും. ഇപ്പം വൈദ്യശാസ്ത്രം വരുന്നില്ല. എന്നിട്ടും അന്ധവിശ്വാസം പിടിച്ചിട്ട് എന്തെല്ലാം ഇപ്പം ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, അറിവില്ല. ഇതിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഗൈനക്കോളജിസ്റ്റിനെല്ലാം താങ്കളുടെ അഭിപ്രായം. ശ്രീ മോഹൻദാസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വീട്ടിലെ പ്രസവം എപ്പോഴവസാനിക്കും? ഈ പഴയ കാലത്തൊക്കെ എനിക്കറിയാം, എനിക്ക് വയസ്സായതുകൊണ്ട് എനിക്കറിയാം കാര്യങ്ങളൊക്കെ. പക്ഷെ അന്നൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ, സ്ത്രീകൾ നന്നായി അധ്വാനിക്കും. ഇന്ന് നല്ല അധ്വാനങ്ങളില്ല. അത് മാത്രമല്ല, പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മള് ഭക്ഷണ രീതിയിലൊക്കെ അങ്ങനെയുണ്ട്. അത് കാരണമാണ് ഇതൊക്കെ ഉണ്ടാവുക. BP, ഷുഗർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് പിന്നെ കുട്ടികളുടെ ആ സ്കാൻ നടത്തിയിട്ട് നേരത്തെ തന്നെ അറിയാം. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടായതാണ് ഒരു നമുക്ക് ഇന്ന് മോഹൻദാസ് അധിക സമയമില്ല. ഞാൻ പ്രധാനമായും സ്ത്രീകളുടെ പ്രതികരണം നോക്കുകയാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാക്കി. സന്തോഷ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചേർന്നു. സന്തോഷ്, ഞാൻ പ്രധാനമായും സ്ത്രീകളുടെ പ്രതികരണമാണ് ഇതിൽ ആരായാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷിന് പെട്ടെന്ന് പറയാം. സാറേ, ഞാൻ ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ അപർണയുടെ ചർച്ചയുണ്ട് ഉച്ചയ്ക്ക് നടന്നായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരാളെ അപർണ ഇന്ന് RSSകാരി ആക്കിയിട്ടുണ്ട്. നമ്മൾ നാസർ പൈസ കൊടുത്തായി. അതിനകത്ത് ആ ചർച്ച കേട്ടാൽ അതിന്റെ 2 ഡോക്ടർമാരാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. അത് 2ഉം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട്. ആ നാസർ കൂടെ കൊടുത്തായി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ പരാമർശവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് അപർണയോട് പറയാം, നിങ്ങൾ സംഘപരിവാരകാരി, അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വളരെ മോശം. നേരിടാൻ കഴിവും മാർജവും ധൈര്യവുമുള്ള ഞങ്ങളുടെ ഏറ്റവും മുൻനിര മാധ്യമ പ്രവർത്തകയാണ് അപർണ കുറുപ്പ്. അത് ആരെങ്കിലും അങ്ങനെ 2 വാറോല പൊട്ടിച്ചാൽ അത് കണ്ട് അവർ ഭയന്നോടില്ല. 2 പതിറ്റാണ്ടിലേറെ പത്രപ്രവർത്തനത്തിന്റെ പാരമ്പര്യം അവർക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ തൊട്ട് ഈ രാജ്യത്തുള്ള എല്ലാവിധ ആളുകളുടെയും അവാർഡുകൾ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടിൽ കേരളം മാറ്റുന്ന 100 വനിതകളിൽ ഒരാളായി വരെ തെരഞ്ഞെടുക്കപ്പെട്ട അപർണ കുറുപ്പിനെ അങ്ങനെ ആരെങ്കിലും 2 പേർ അധിക്ഷേപിച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ ഞങ്ങൾക്കും ഭയമില്ല, അപർണ കുറുപ്പിന് ഒട്ടും ഭയമില്ല. അത് പോട്ടെ, അതൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ബാലൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലൻ. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ബാലൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ സ്ത്രീകളൊന്നും ഒന്നും വിളിച്ചു കണ്ടില്ല, അപ്പൊ ഒന്ന് വിളിക്കാന്ന് കരുതി. ഞാനൊരു ജോയിന്റ് ഫാമിലിയിലൊക്കെ വളർന്നു വന്ന ഒരാളാണ്. കുറച്ചൊക്കെ അറിയാൻ പറ്റി. ഒരു കാര്യം പറ, പാലക്കാട് ഒരു നേരത്തെ ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് കട്ട് തിന്നിട്ടുള്ള ഒരാളെ മധു അറിയാലോ, അടിച്ചു തിന്നു. അല്ല, നമുക്ക് അതിലേക്ക് സമയമില്ല. ഓക്കെ, ഉണ്ണികൃഷ്ണൻ പാലക്കാട്. ഇല്ല സമയമില്ല. പാലക്കാട് ഉണ്ണികൃഷ്ണൻ ഞാൻ മലപ്പുറത്ത് നിന്ന്. ഉണ്ണികൃഷ്ണൻ മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മലപ്പുറം നിലമ്പൂരാണ്. നിലമ്പൂർ. ഇത് എന്താന്ന് വെച്ചാലേ, ഇവരിപ്പോഴും ഒരു പഴയ നൂറ്റാണ്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശുദ്ധമായ അവസ്ഥ, ഒരു മണ്ടത്തരാണ് ഇത്. വീട്ടിൽ പ്രസവം എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. ഇപ്പൊ ഇതിൽ നേരത്തെ ഏതൊരു മതപണ്ഡിതൻ പറഞ്ഞു ആന പ്രസവിക്കില്ലേ എന്ന്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രം, ഈ ആനയ്ക്ക് നമ്മളതിനെക്കാട്ടും വലിയ പെനീസാണ്. അങ്ങനെ ആന സുന്നത്തല്യാണം കഴിക്കില്ലല്ലോ. അത്രയും മണ്ടത്തരമായ പ്രസ്താവനകളാണ് മതപണ്ഡിതന്മാർ ഇരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുക വെച്ചാല്, ഒരു 80 വയസ്സ് ആയ മതപണ്ഡിതന്മാരൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്നതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ആന്റണി വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആന്റണി, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചേർത്തല. ചേർത്തല. ശ്രീ ആന്റണിക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം വളരെ പെട്ടെന്ന് അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? ഈ പ്രശ്നം വളരെ അവസാനിക്കില്ല. എന്നാൽ അന്ധവിശ്വാസം കൂടുതലുള്ള ആൾക്കാരാണ് അവര് അന്ധവിശ്വാസത്തിന്റെ പുറകെ നടക്കണം. ഒരു നാഗണെങ്കിൽ അതിന്റെ പൾസ് നോക്കണം, അതിന്റെ പ്രഷർ നോക്കണം, അതിന്റെ ഷുഗർ നോക്കണം, ഇതൊക്കെ നോക്കണം. ഒരു പെൺകുട്ടി പ്രസവിക്കണം. ഇതിപ്പോ എന്താ വെച്ചാൽ ആ കുടുംബത്തിനെ അനാഥമാക്കിയതാണ് അവനൊരു ശിക്ഷ മേടിച്ചു കൊടുക്കണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ പ്രധാനമായും സ്ത്രീകൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് എനിക്കൊന്നും പലർക്കും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. സുനിൽ കുമാർ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം. ഓക്കെ, VC തോമസ് പറയുന്നു, കേരളം ഇത്രയും വളർന്നിട്ടും ഇത്രയും വികസനങ്ങൾ ഉണ്ടായിട്ടും ശാസ്ത്രബോധം മാത്രം ആളുകളിൽ വളരുന്നില്ല. ശാസ്ത്രബോധം വളർന്നാൽ ഇനി ഇങ്ങനെയുള്ള പ്രവർത്തികൾ നാട്ടിലില്ലാതാകൂ എന്ന് പറയുന്നു. അശോകൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം. ഹലോ സാറേ, എന്റെ പേര് അശോകൻ, കൊല്ലത്തുനിന്ന് വിളിക്കുന്നത്.
സാറേ, ഞാൻ ഇവിടെ ഈ ഒരു നാട്ടിൻപുറത്തുള്ള ജീവിതമാണ്. എന്റെ അമ്മ 6 പ്രസവിച്ച് ഇത് 6 വീട്ടിലായിരുന്നു. ഇപ്പം എന്റെ ഒരു മരുമക്കള് അതിപ്പം ഈ 2 കുട്ടികൾ അവർ 2-4 ആശുപത്രിയിലായിരുന്നു. പഴയ ജീവിത സാഹചര്യങ്ങളുടെ മാറ്റമുണ്ട്. അന്ന് വലിയ നല്ല അധ്വാനമുണ്ട്. അവൻ കിണറ്റിലെ വെള്ളം കോരുന്നു, മുറ്റം അടിക്കുന്നു, അടുക്കളപ്പണി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഇന്ന് വേറൊരു ജീവിത സാഹചര്യമാണ് മൊത്തമായി നിലനിൽക്കുന്നത്. ശരി, വ്യക്തമാണ്. ഞാനിത് നമ്മുടെ ശ്രീമതി ജയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയയ്ക്ക് ഒരു പക്ഷേ ഇതിൽ വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറയാനാവും. ഞാൻ ഈ സ്ത്രീകൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഒരു അവസരം ഇന്ന് ധാരാളം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ശ്രീമതി ജയ ഒരു അമ്മയാണ്. ഇത് ഒട്ടനവധി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നൊരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു, നമുക്കറിയാം. ഇന്നതൊക്കെ മാറി. എന്നിട്ടും ചില ആളുകൾ മാറാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ അത് അവരുടെ താല്പര്യപ്രകാരമാണോ അതോ ആ കുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണോ? എന്താണ് ശ്രീമതി ജയയ്ക്ക് തോന്നുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഇത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ ഇങ്ങനെ പ്രസവിക്കാന്നൊക്കെ പറഞ്ഞാല് ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ തന്നെ പേടിയാണ്. ആ ഒരു രംഗം ഓർക്കാൻ പറ്റുന്നില്ല. ഇവരെന്താ ഇങ്ങനെ കാണിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര മോശമായി പോയി. നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയി പ്രസവിക്കേണ്ടെന്നായിരുന്നു. ഇപ്പം പുള്ളിക്കാരി പോയല്ലോ. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുവാണെന്ന് അറിയത്തില്ല. വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ന്യൂസിൽ കേട്ടിട്ട്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. റഹീമ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി റഹീമ ഇതിലൊരു കൃത്യമായ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ ഒരു ചിത്രം വ്യക്തമാണ്. സാറേ, പണ്ടൊക്കെയല്ലേ ഈ പ്രസവം വീട്ടിൽ നിന്ന്, ഇപ്പൊ എല്ലാം കോഴിക്കോട്, പിന്നെ ഈ കോളേജ്, ആശുപത്രിയിൽ നിന്നാണല്ലോ. പക്ഷെ ഇപ്പൊ ആളുകൾ ഇതിന് വിമുഖത കാണിക്കുന്നവരുണ്ടോ ശ്രീമതി റഹീമ? ഇങ്ങനെ പോകണ്ട, വീട് മതി. ഇപ്പൊക്കെ കോളേജിൽ നിന്ന്, ഇപ്പൊക്കെ ഹോസ്പിറ്റലിൽ നിന്നല്ലേ. അപ്പൊ പ്രസവവേദന വരുമ്പത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണതാണ് നല്ലത്. പക്ഷെ എന്താ ആളുകൾ പോകാത്തതിന്റെ കാര്യം എന്താ? ഇത് മതപണ്ഡിതന്മാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണോ അതോ ഇങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസം ഉണ്ടോ സമുദായത്തിനിടയിൽ? എലിയാസ് കൂടി നമുക്ക്. ചില ഉസ്താദുമാര് ഈ അന്ധവിശ്വാസമായിട്ടാണ്. അപ്പൊ ഈ ഉസ്താദ് ഇതൊക്കെ വന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഉള്ള സ്ത്രീകളൊക്കെ ഇപ്പൊ മലപ്പുറത്തൊക്കെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെയധികം ഉയർന്നു എന്ന് നമ്മൾ കാണുന്നു. പല റാങ്ക് ഒക്കെ അവരാണ് വാങ്ങിക്കുന്നത്. ഇപ്പൊ ഉസ്താദുമാരൊക്കെ കൊണ്ടുപോണത്, പിന്നെ ചില ഉസ്താദുമാരൊക്കെ ഭയങ്കര. അപ്പൊ അവര് സമ്മതിക്കുന്നില്ല അല്ലേ? എനിക്ക് തോന്നുന്നു റഹീമ ടി.വി. അവര് പോവാൻ കൂട്ടേക്കും, ഭർത്താക്കന്മാര് കൊണ്ടുപോകാൻ കൂട്ടേക്കുന്നില്ല. ഇവര് നൊലോൾസ് പറഞ്ഞിട്ടൊക്കെ അവര് പോവാന്ന് പറയും. പക്ഷെ അവരെ ഭർത്താക്കന്മാരത് സമ്മതിക്കുന്നില്ല. ശരി. അപ്പൊ ഭർത്താവ് സാധാരണഗതിയിൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവർ കുടുംബത്തിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഭർത്താവിന്റെ ഉമ്മയുണ്ടാവും, പിന്നെ അതുപോലെ സഹോദരിമാരുണ്ടാവും. ഇവർക്കൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് അമ്മയുടെ നിർദ്ദേശം ഉണ്ടാവും. ഇങ്ങനെ ഇതുപോലെ നോക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നേരത്തെ വീട്ടിൽ വരണം, അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ടാണ് ഇവര് ബുദ്ധിമുട്ടെല്ലാം അറിയും. എല്ലാം അറിഞ്ഞ് ഇങ്ങനെ പിന്നെയും ചെയ്യുകയാണ് അല്ലേ? ശരി. ബുദ്ധിമുട്ട് അറിയോ, പക്ഷെ ബുദ്ധിമുട്ട് അറിയായിട്ടല്ലല്ലോ. ഇവരെന്ത് ചെയ്യാൻ പറ്റൂ? ഇവർക്ക് പോവാനും കൊണ്ടുപോവാനും ആരും ഇല്ലല്ലോ. വ്യക്തം. അത് റഹീമ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ അവർ പറയുന്നത് വീട്ടിൽ ഭർത്താവ് സമ്മതിക്കാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പ്രയാസങ്ങളൊക്കെ അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, എലിയാസ് എന്നോടൊപ്പം ചേരുന്നു. ഞാൻ എലിയാസിലേക്ക് വരുന്നതിന് മുമ്പ് ബ്ലൈറ്റി എന്നോട് പറയുന്നത് 10 വർഷം ഗൾഫിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ബ്ലൈറ്റി. അപ്പോൾ ബ്ലൈറ്റി പറയുന്നത് അവിടെ അറബികളെല്ലാം ആശുപത്രിയിൽ വന്നാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഇവിടെ അവിടെ ഇപ്പോൾ മതമല്ല അതിൻ്റെ കാരണം എന്നത് വ്യക്തമാണല്ലോ. ശരി, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് എലിയാസ് പിന്നെ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എലിയാസ്, ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എലിയാസ്, എനിക്ക് കൃഷ്ണൻകുട്ടി മണിമല. കൃഷ്ണൻകുട്ടി, ഞാൻ പ്രധാനമായും നമ്മുടെ സ്ത്രീകൾ പ്രതികരിക്കട്ടെ എന്നാണെന്ന് വിചാരിച്ച്, ഏതായാലും കൃഷ്ണൻകുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ചെറിയ വാക്കുകളിൽ, വളരെ പെട്ടെന്ന്. ചെറിയ വാക്കുകളിൽ പറയുമ്പോഴേ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭരണഘടന പറയുന്നത് ഒരു പൗരന്റെ ഉത്തരവാദിത്വം സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ കറക്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ കാര്യമായ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളിൽ തന്നെ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വളർന്നു പോവുകയുള്ളൂ. കാരണം മതം ഒരു നല്ല ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ.
അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ സയന്റിഫിക് ടെമ്പറിലൂടെ തന്നെ വളർത്തിയെടുക്കണം. കൃത്യമാണ്. കൃഷ്ണൻകുട്ടിയുടെ ആ ഒരു പോയിന്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണഘടന നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മളോട് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ എവറി സിറ്റിസൺ ഷാൽ സ്ട്രൈവ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെ സയൻറ്റിഫിക് ശാസ്ത്രബോധം വളർത്താനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് പുരോഗമനം വരെ ചിന്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ ഈ സയൻറ്റിഫിക് ഉമേഷ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. മനു, നമ്മുടെ മേലധ്യക്ഷന്മാരിൽ അവിവേകികളായിട്ടുള്ളവർ എത്തുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇത് മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ സംസാരിക്കുന്നതൊക്കെ. അവരെ അനുസരിക്കുന്ന ഒരു ചെറിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, എന്നോടൊപ്പം ഇപ്പോൾ ജയകുമാറും അതുപോലെ നമ്മുടെ ഷാജി ഭാസ്കറും ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷാജി ഭാസ്കർ പറയുന്നത് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാനേ പറ്റില്ല. ഒരു ചർച്ചയിൽ ഒരു ആശാ വർക്കർ ഞങ്ങളുടെ പ്രസവം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഭയന്നു പോയി അത് കേട്ടപ്പോൾ. ഇനിയെങ്കിലും ആശാ വർക്കർമാർ അതിന് മുതിരരുത് എന്ന് ഷാജി ഭാസ്കർ പറയുന്നു. അത് പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ ചെയ്തതായിരിക്കും. കാരണം അവർക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പ്രസവങ്ങൾ ഉണ്ടായതൊക്കെ അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ ചെയ്യാറില്ല എന്നാണ് വിചാരിക്കുന്നത്. ഷാജി ഭാസ്കർ കൃഷ്ണൻകുട്ടിക്ക് പിന്തുണ. കൃഷ്ണൻകുട്ടി പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പൗരൻ്റെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യെസ്, സുനിൽ കുമാർ പ്രബുദ്ധ കേരളം എന്ന് പറയാൻ നാണിക്കുന്നു. അറബ് രാജ്യത്ത് പോലും ഇങ്ങനെയില്ല എന്ന് പറഞ്ഞു. അറബ് രാജ്യത്ത് പോലും എന്ന് പറയാൻ അത് വളരെ മോശമൊന്നുമല്ല. അവർ ഇത് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാവരും ചേർന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അടുത്ത നമ്മുടെ ഡേവിഡ് വിജയ് അങ്ങ് മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആളാണല്ലോ. അപ്പോൾ കേരളത്തിലാണ് കുറെ കൂടി ശാസ്ത്രബോധം കൂടുതലുള്ളത് എന്നാണ് കേരളത്തിൽ താങ്കൾ തന്നെ ഒന്നിപ്പോ വിഷമിക്കുന്നത്. പറഞ്ഞിട്ട് അത്രയല്ലോ അവരുടെ പൗരബോധം. ഇവിടുത്തെ സ്ത്രീകൾക്ക് പഠിപ്പുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഈ പ്രശ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചിട്ട് ഏതാണ്ട് ഇപ്പൊ 69 വർഷം കഴിഞ്ഞു. ഞാൻ വീട്ടിലാണ് ഉണ്ടായത്. അമ്മ ഒരു ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. ഒരു ആർമിക്കാരനും. അവർ നോർമൽ ഡെലിവറിയാണ്. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് എന്റെ മകളെ നടക്കില്ല. അത് കാരണം എന്റെ മകളെ നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞ ആൾ കുഴപ്പം കാണിച്ചു. എന്താണ് അവിടെ അംബ്ലിക്കൽ കോഡ് ചിത്രമൊണ്ടിരി സംവിധാനമില്ലേ? എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം വരുന്നു. ഓക്കെ, തുളസിപ്പിള്ള എവിടെ നിന്നാണ് ചേരുന്നത്? കൊല്ലം. മുഹമ്മദ് സഹൽ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ മുഹമ്മദ് സഹലിന് എന്ത് തോന്നുന്നു? ഈ കാര്യം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ മുഹമ്മദ് സഹൽ? അല്ല സാറേ, ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും സ്ത്രീകൾ ഇപ്പൊ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് ഓക്കെ ആകെ ഒരു സ്ത്രീക്ക് മാത്രമേ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോ ഇതിൽ കാണുന്നില്ല, ടി വിയിൽ വരുന്നില്ലല്ലോ. അല്ല, അത് വന്നോളും, നിങ്ങൾ സംസാരിക്കും. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ പിന്നെ എത്ര സ്ത്രീകൾ മരിക്കുന്നുണ്ട്. മുന്നേ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നമുക്ക് എല്ലാവരും വീട്ടിൽ നിന്നാണ് പ്രസവിച്ചുകൊണ്ടിരുന്നത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? അപ്പൊ ശ്രീ മുഹമ്മദ് നഹലില് ഞാനിത് അന്വേഷിക്കായിരുന്നു. കേരളത്തിൽ ഇങ്ങനെ ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പം ഞാൻ വിശ്വസിക്കുക. അപ്പോൾ അങ്ങ് പറയുന്നത് വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്നാണ്, അതാ നല്ലതെന്നാണ് അല്ലേ? MBBS-ഉം ഗൈനക്കോളജിയും ഒന്നും പഠിച്ച ആളുകളുടെ ഒന്നും സഹായം ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ അയൽക്കാരെയൊക്കെ വിളിച്ചാൽ പ്രസവിക്കാം എന്നാണ് അല്ലേ? കേരളത്തിൽ ഇത്രയും ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് മരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അപ്പോ അതിനെ കൊണ്ട് ഈ വീട്ടിൽ ഏകദേശം നമ്മൾ താമസിക്കുന്ന യൂറോപ്പിലെ എല്ലാ കൺട്രികളിലും ഏകദേശം 55 to 60% ആൾക്കാർ ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവം എടുക്കുന്നത്. ഇതൊക്കെ അങ്ങ് എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? അതിനെ കൊണ്ട് നമ്മളെല്ലാം അഭിപ്രായം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം എടുക്കണം എന്നാണ്. കാരണം അതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം ബാധിക്കുക ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാനും പറ്റില്ല എന്തൊക്കെയാണ് തെറിവിളി അത് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് വീട്ടിൽ തന്നെയാണ്. ഹോസ്പിറ്റലിൽ ആര് തെറി വിളിക്കുന്നു? എന്താ പ്രശ്നം? ഹോസ്പിറ്റലിൽ എന്താ പ്രശ്നം? പിന്നെന്താ നിങ്ങള് അവിടുത്തെ സിസ്റ്റർമാരെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാത്തതിനെ കൊണ്ടാണ്. സിസ്റ്റർമാര് നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലല്ലോ. ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പറയുന്നുണ്ടോ നിങ്ങളോട് ഹോസ്പിറ്റലിൽ ചെന്ന സിസ്റ്റർമാര് തെറി പറയുന്നു? സിസ്റ്റർമാർ പിന്നെന്താ നിങ്ങള് ഒന്നും വേണ്ട. ഇപ്പം പിന്നെ ഇതിന് ഒരു 2010 to 2020 ഇടയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ച സ്ത്രീകളെല്ലാം അവസ്ഥ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു. എൻ്റെ മുഹമ്മദ് സഹൽ, നമ്മളിപ്പോൾ ഒരു അസുഖം എടുക്കാം. ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിൽ പോകുന്ന നിരവധി ആളുകൾ മരിക്കുന്നുണ്ട് എന്ന് കരുതി മുഹമ്മദ് സഹലിന് ക്യാൻസർ വന്നാൽ ആശുപത്രി പോകാതിരിക്കുമോ?
ആശുപത്രി പോകണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ പറയട്ടെ, ഒന്ന് സംസാരിക്കാനൊന്ന് ടൈം തരൂ. നമ്മള് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രസവം വീട്ടിലാക്കുന്നതിനെ കൊണ്ട് ഇപ്പൊ ഇവിടെ മാത്രമല്ല, പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പം പറയുന്നത്. യൂറോപ്പിലെ ഏത് രാജ്യത്തില്ലാത്തത്? യൂറോപ്പിൽ ഇംഗ്ലണ്ടിലും ഒക്കെ സ്ത്രീകൾ വീട്ടിലാണ് പ്രസവിക്കുന്നതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, 50%. ഏത് പഠന റിപ്പോർട്ടിൽ ഏകദേശം എല്ലാ സെലിബ്രേറ്റിലെ കാര്യങ്ങളും വീട്ടിലാണ് എടുക്കുന്നത്. എത്ര വീഡിയോ വരുന്നു. അങ്ങേക്ക് ആരാ ഇത് പറഞ്ഞു തന്നാരാ? ഞങ്ങൾ സ്വന്തമായിട്ട് കാണുന്നില്ല. സ്വന്തമായിട്ട് കാണുകയാണ്. യൂറോപ്പിൽ അങ്ങ് പോയിട്ടുണ്ടോ? പിന്നെന്താ? യൂറോപ്പിൽ ഏത് രാജ്യത്ത് അങ്ങ് പോയത്? യൂറോപ്പിൽ ഇംഗ്ലണ്ടിൽ ഒക്കെ, ഫിൻലാൻഡ്, ഇങ്ങനത്തെ. ഞാൻ ചോദിക്കുന്ന എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്, യൂറോപ്പിൽ അങ്ങ് പോയ രാജ്യത്ത് എവിടെയാണ് ഈ കൂടുതലും വീട്ടിൽ സ്ത്രീകൾ പ്രസവിക്കുന്ന രാജ്യം ഏതാ അറിയണ്ടേ? യൂറോപ്പ് ഇവിടെ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2500 സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ച് ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രശ്നം ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അല്ലെ നാട്ടിലെ 100 കണക്കിന്. അതേപോലെ നിങ്ങൾ അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പിന്നെ പ്രസവിച്ചിട്ട് എത്ര കാര്യം സ്ത്രീകളെ നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുന്ന പറഞ്ഞാണ്. അപ്പൊ അതിനെ മറുപടി ഞാൻ ചോദിച്ചത്, ആശുപത്രിയിൽ പോയാൽ മറ്റൊരു രോഗം വന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ പോയി ഒരുപാട് പേര് മരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ന്യായീകരണം. നമുക്ക് ക്യാൻസർ വന്നാലും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നാലും ഒന്ന് ആശുപത്രിയിൽ പോണ്ട. അങ്ങനെയല്ലല്ലോ അങ്ങ് പറഞ്ഞ ആശുപത്രിയിൽ പോയവർ ധാരാളം മരിക്കും. ഏകദേശം ഏറ്റവും നല്ലത് പ്രസവിക്കുന്നത് നമ്മൾ കൂട്ടത്തിലുള്ള സ്ത്രീകൾ പറയുന്ന ഏറ്റവും നല്ല പ്രസവിക്കുന്ന വീട്ടിൽ തന്നെയാണ്. നല്ല സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് സ്ത്രീകൾ അങ്ങനെയാണ് താങ്കളോട് പറയുന്നത്. പിന്നെന്താ? എന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ഒരു 100 വർഷം മുമ്പുള്ള കാര്യങ്ങൾ, ഒരു 50 വർഷം മുമ്പുള്ള കാര്യങ്ങൾ മൊത്തം ബാറ്റാട്ടി വന്നിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല, 50 വർഷം മുമ്പ് നമ്മള് പല അസുഖങ്ങൾക്കും ചികിത്സിക്കില്ലായിരുന്നു. ഇപ്പൊ ചിക്കൻ ബോക്സ് വന്നാൽ പണ്ട് ചികിത്സ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മള് വേപ്പലയും പണ്ട് ചിക്കൻ ബോക്സ് വന്നാൽ ചികിത്സിക്കാൻ, പല രോഗാവസ്ഥകൾ വന്നാലും നമ്മൾ ചികിത്സിക്കാൻ ആശുപത്രി പോവില്ലായിരുന്നു. ഇപ്പൊ അതുപോലെയാണോ കാര്യങ്ങൾ? സുഹൃത്തെ, മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയറ്റാട്ടി എടുത്ത് പ്രസവിച്ച ഒരാളും മരിച്ചിട്ടില്ല എന്നല്ല, മരിക്കും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് വ്യാപകമായി ആളുകൾ വീട്ടിൽ പ്രസവിച്ചിരിക്കുന്ന മുഹമ്മദ് സഹൽ അങ്ങ് കണ്ണൂരിൽ എവിടുന്നാ വിളിക്കുന്നത്? മട്ടന്നൂരിൽ നിന്ന് വിളിക്കുന്ന മുഹമ്മദ് സഹലിന്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. വീട്ടിൽ മാത്രം സ്ത്രീകൾ പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, അതായത് കുഞ്ഞു മരിക്കുന്നതിൻ്റെ നിരക്ക് ആശുപത്രിയിൽ പ്രസവിക്കുന്ന കാലഘട്ടത്തിലെ നിരക്കുമായി താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യം പറയേണ്ടത്. അല്ലാതെ ആശുപത്രിയിൽ അപ്പോൾ വീട്ടിൽ മാത്രം സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ആ മാതൃശിശു മരണത്തിൻ്റെ നിരക്കെന്തായിരുന്നു, ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അതിൽ എന്ത് മാറ്റം വന്നു എന്ന തരത്തിൽ അതിനെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുന്നതിന് പകരം ആശുപത്രിയിൽ പോയ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ പോയാലും മരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറയുന്നിടത്തേക്ക് കാര്യം എത്തിച്ചാൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ ദുരവസ്ഥ ഉണ്ടായില്ലെങ്കിലല്ലേ അതിൽ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അങ്ങ് ഇത് എനിക്ക് തോന്നുന്നത് അല്ല, എനിക്ക് ചർച്ച ഓരോ സ്ത്രീ മരിക്കുമ്പോ പിന്നെ ഹോസ്പിറ്റലിൽ ഓരോ സ്ത്രീ മരിക്കുമ്പോ നിങ്ങൾ ചർച്ച ഇടണോ അല്ലെ? അതിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ പോകുന്ന അതുകൊണ്ട് നിങ്ങൾ അസുഖം വന്നാലും ആശുപത്രിയിൽ പോകില്ലായിരിക്കും. ശരി, കട്ട് ചെയ്ത് പോയി. എനിക്ക് ഇത് ഇത്തരം ആളുകൾ ഈ 2025 ഇവിടെ ഉണ്ട് എന്നുള്ളത്. ശ്രീ ശോഭന കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു സ്ത്രീ എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ശ്രീ ശോഭന എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആശുപത്രിയിൽ ഒരാൾ എന്നോട് പറയുകയാണ്, ആശുപത്രിയിൽ പോയാലും സ്ത്രീകൾ മരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ വീട്ടിൽ പ്രസവിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ശോഭനയ്ക്ക് തോന്നുന്നത്? സാറേ, എന്റെ അഭിപ്രായം എന്നാന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് ലഹരിക്ക് അടിമയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരെ കറക്റ്റ് സമയത്ത് ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്യത്തില്ല, വേണ്ട ചികിത്സകളും ചെയ്യത്തില്ല. പിന്നെ അന്ധവിശ്വാസം കൂടുതൽ. ഒരു മതത്തിന്റെ രീതിയിലാണെങ്കിൽ അവർക്ക് വീട്ടിൽ പ്രസവിച്ച് അവരുടെ നാള് നോക്കി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഇതാണ് എന്റെ കാഴ്ചപ്പാടില്. ശരി, ഏതായാലും വ്യക്തമാണ് അവരുടെ അഭിപ്രായം. ഏതായാലും ഈ 2025 ആകുമ്പോഴേക്കും ഇത്തരം ചോദ്യങ്ങളുമായി വരുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നതാണ്. അതൊരു ടെലിവിഷൻ ഇതിലേക്ക് വിളിച്ച് ഇത് പറയാൻ അവരത്രമാത്രം അത് വിശ്വസിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യം. ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമായി വരികയാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. ജിജി എന്നൊരു പ്രേക്ഷകൻ തിരുവല്ലയിൽ നിന്ന് വിളിക്കുന്നു.
വിജി. വിജി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പ്രധാനമായി സ്ത്രീകൾ എന്ത് പ്രതികരിക്കുമെന്നാണ് പ്രധാനമായി നോക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും താങ്കൾ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് സഹിക്കുന്നില്ല, തിരിച്ച് വിളിക്കണം തോന്നുന്നത് കൊണ്ട് വിട്ടതാ. പ്രശ്നം വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസുഖമായിരുന്നു എന്തോ പറയുന്നത് കൊറോണ. ആ സമയത്ത് എന്ന് പറഞ്ഞ ചാണകവും പശുവിന്റെ മൂത്രം കുടിച്ചോളാൻ പറഞ്ഞ അന്ധവിശ്വാസം എന്ന രീതിയിലെ ഭാഗമായി ഇതല്ല, അന്ധവിശ്വാസത്തിന്റെ ഭാഗം അല്ലാതെ വേറെ ഒന്നുമല്ല, അന്ധവിശ്വാസം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അന്ധവിശ്വാസം നല്ലതല്ല, ആശുപത്രിയിൽ പോയാണ് പ്രസവം നടത്തേണ്ടത്, ഇത്രയും ആധുനിക സൗകര്യങ്ങളുള്ളപ്പോൾ വീട്ടിൽ പ്രസവിക്കുന്നത് എന്തിനാണെന്നാണ്. എനിക്ക് അതുമാണ് ഇപ്പോൾ ചില ആളുകൾ മനസ്സിലായത്. ഈ പല ആളുകൾ പണ്ട് നടന്നാണല്ലോ പോയിരുന്നത്, അപ്പോൾ ഇന്നും ഇവരൊക്കെ ബസ്സും കാറും ഒന്നും ഉപയോഗിക്കുന്നില്ലയോ എന്നുകൂടി സംശയം എനിക്ക് തോന്നുകയാണ്. യെസ്, ഓക്കെ. കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. യെസ് കണ്ണൻ. നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇപ്പൊ നമ്മളെന്ന് പറയുമ്പം ഇന്ത്യക്കാര്, അത് ഇവിടെ പ്രസവിച്ച് വളർന്നവരെല്ലാം ഇന്ത്യക്കാരാണ്. അവിടെ ജാതീയപരമായിട്ടാ അല്ലെങ്കിൽ മതപരമായിട്ടാ വേർതിരിവില്ല. പക്ഷെ ഇവിടെ നമുക്ക് നിർത്തലാക്കേണ്ടത് ഇപ്പം നോട്ട് നിരോധനമോ അല്ലെങ്കിൽ മറ്റ് കാര്യമല്ല, ഈ മതപഠനം ഇവിടെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണുന്ന രീതിയിൽ ഇവിടെ ഇതാക്കാൻ പറ്റൂ. മതത്തിൽ എവിടെയാണ് ഈ ആളുകൾ ആശുപത്രി പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. കാരണം ചന്ദ്രിക എന്നൊരു ഞാൻ ഈ സ്ത്രീകളുടെ പ്രതികരണമാണ് പ്രധാനമായിട്ട് കാണുന്നത്. ചന്ദ്രിക, ശ്രീമതി ചന്ദ്രികയ്ക്ക് എന്ത് തോന്നുന്നു? വീട്ടിലാണോ പ്രസവിക്കേണ്ടത്, ആശുപത്രിയിലാണോ പ്രസവിക്കേണ്ടത്? ശ്രീമതി ചന്ദ്രിക കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ശ്രീമതി ചന്ദ്രിക ടി വിയിൽ ശ്രദ്ധിക്കുകയാണ്. ഈ ഫോണിലേക്ക് ശ്രദ്ധിക്കാമോ? ഹലോ, ഫോണിലേക്ക് ശ്രദ്ധിച്ച് എന്നോട് മറുപടി പറയും. ഞാൻ ചോദിക്കുന്നത് യെസ്, ഞാൻ അങ്ങനെ ഒരാളുടെ പ്രതികരണം കൂടി നമുക്ക് വന്നാൽ ഈ പൊതുവേദി വളരെ കൃത്യമാണ്. ശ്രീമതി ചന്ദ്രിക ആര്യനാട് എന്നാണ് വിളിക്കുന്നത്. വിളിച്ച ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താ ചിരി വന്നോ? എന്താ തോന്നിയത്? ചന്ദ്രിക ഫോണിൽ സംസാരിക്കും. എന്താ തോന്നിയത്? സാർ, പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരാളിന്റെ നേരത്തെ മറുപടി പറഞ്ഞ ഒരാളിന്റെ അഭിപ്രായം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഹലോ, നേരത്തെ ഒരാൾ ഇതിനെ പറ്റി സംസാരിച്ച ഒരാള് അത് കേട്ടിട്ട് എന്ത് തോന്നി? ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, ഫോണിൽ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ശ്രീമതി ചന്ദ്രിക ടി വിയിലേക്ക് ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഈ ഇത് വരുന്നതെന്ന് തോന്നുന്നു. ശ്രീമതി ചന്ദ്രിക, ശ്രീമതി ചന്ദ്രിക കേൾക്കാമോ? വീട്ടിലെ പ്രസവം ഇപ്പൊ ആദിവാസികൾ പോലും ഇപ്പം വീട്ടിലെ പ്രസവങ്ങളെ മാറ്റി അവരെല്ലാരും ആശുപത്രികളിലാണ് തിരഞ്ഞെടുത്ത് പോണത്. ഈ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഗവൺമെന്റ് ഇത് അനുസരിച്ചുള്ള അവർക്ക് വേണ്ട ശിക്ഷകൾ കൊടുക്കണം. ഈ അമ്മയും കുഞ്ഞിനെയും ഇങ്ങനെ മരണത്തിലോട്ട് തള്ളിവിടുന്ന ഭർത്താക്കന്മാർക്ക് നല്ല ശിക്ഷ സർക്കാർ കൊടുക്കണം. അപ്പോഴേ ഇങ്ങനെ ആയി വരുമ്പം അത് ആൾക്കാര് ഇതെല്ലാം കണ്ട് അവർക്ക് നല്ല ശിക്ഷ കിട്ടുമെന്നും പറഞ്ഞ് ഇതിനെ ഒന്നും മുതിരാതിരിക്കും. ഒരു ആശാവർക്കർ ആ വീട്ടിൽ പോയപ്പോഴ് ആ ഭാര്യ ഗർഭിണി അല്ല എന്ന് പറഞ്ഞപ്പോ അവരെ ബന്ധുക്കൾ ആരും ഇതുവരെ അവര് ഗർഭം എന്നുള്ള ഇത് അവരെ ബന്ധുക്കൾ പോലും അറിഞ്ഞില്ലേ എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ ഭർത്താവ് പറഞ്ഞില്ലെങ്കിൽ ബന്ധുക്കൾക്കെങ്കിലും അവരെ ആരോഗ്യം സംരക്ഷിച്ച് അവർക്ക് അവരെ ജീവൻ കൊടുത്തുകൂടെ ആയിരുന്നോ? അവരറിയിച്ച് അവർക്കൊരു ജീവൻ കൊടുത്തു, അവരെ കൊലയ്ക്ക് കൊടുത്തില്ലേ ഇവര്? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഈ അഭിപ്രായം പറയുന്ന ഇവർക്ക് നല്ല ശിക്ഷ സർക്കാർ കൊടുക്കണം. അപ്പോഴും ഇതിൽ എല്ലാരും പിന്തിരിയും. യെസ്, ഏതായാലും ഇപ്പോൾ പിന്നോക്ക സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നിടത്ത് പോലും അവർ പോലും ഇപ്പോൾ ആശുപത്രിയിൽ എത്താൻ പലപ്പോഴും പ്രയാസപ്പെടുകയാണ്. കാരണം ഗതാഗത സൗകര്യമില്ല. എന്നിട്ട് അതൊക്കെ മുൻകൂട്ടി കണ്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നു അല്ലേ? യെസ്, എന്തായിരുന്നാലും ന്യൂസ് 18 ഇങ്ങനെ ഒരു സംപ്രേഷണം വെച്ച ന്യൂസ് 18 വലിയ നന്ദി സാറേ. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ശ്രീമതി ചന്ദ്രിക തിരുവനന്തപുരത്ത് ആര്യനാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. അവർ പറയുന്നത് അവിടെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. അവിടെ ആളുകൾ ആശുപത്രിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ പുറകിലല്ല. നമുക്ക് ഇത്തരം കടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ ശക്തമായ ശാസ്ത്രീയ നിലപാടുകളുള്ള സ്ത്രീകൾ കൂടിയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ചന്ദ്രിക. യെസ്, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിൽ എവിടെ നിന്നാണ് ലിജു വിളിക്കുന്നത്? തിരുപ്പതിയിൽ നിന്നാണ്. എവിടുന്ന? തിരുപ്പതി. തിരുപ്പതിയിൽ നിന്നാണ്. ഏതായാലും വളരെ സന്തോഷം അവിടെ ഇരുന്ന് പൊതുവേദി കാണുന്നു എന്ന് അറിഞ്ഞതിൽ. എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ? ഇപ്പം അവിടുത്തെ ഒരു സാഹചര്യമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു?
ഇവിടത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ കേരളത്തെക്കാളും ബാക്ക്വേർഡ് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് കേരളം ഹോസ്പിറ്റലിന്റെ ഈ കാര്യത്തിലെല്ലാം വളരെ മുന്നിലാണെന്നുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പോലും ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ചികിത്സയ്ക്ക് വന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് താമസം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചികിത്സിക്കുന്നത് എന്നുള്ളത് പറയാറുണ്ട്. പൊതുവെ അവര് പോലും വളരെ നമ്മളുടെ അടുത്ത് പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഇന്നലെ പോലും എന്റെ അച്ഛന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം വരുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പം അതൊരു നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണല്ലോ വരുന്നത്. പിന്നെ എനിക്കിപ്പോ പറയാനുള്ളത് എന്റെ വീട്ടിൽ സംഭവിച്ച 2 അനുഭവങ്ങളാണ്. ഒന്ന്, എന്റെ അമ്മ വീട്ടിലാണ്, എന്നെ ഉൾപ്പെടെ 3 പേരെയും വീട്ടിലാണ് പ്രസവിച്ചത്. 3ാമത്തെ കുട്ടി മരിച്ചുപോയി. പിന്നെ 2ാമത്തത് എന്റെ തന്നെ അനുഭവമാണ്. ഞാനും 3 പ്രസവിച്ചാണ്. ആദ്യത്തെ കുഞ്ഞിന് ഞങ്ങള് ഫസ്റ്റ് ഡോക്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നു. എങ്കിൽ പോലും നന്നായിട്ട് നോക്കിയതിന്റെ പേരില് കുട്ടിയുടെ അതായത് ഹാർട്ടിൽ പ്രോബ്ലം ഉള്ളത് പുറത്തറിഞ്ഞില്ല. അത് പ്രസവശേഷം അത് പുറത്തറിയുകയും കുട്ടി മരിക്കുകയും ചെയ്തു. സെക്കൻഡ് വന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് മന്ത് മുതൽ പല ഒരു ബ്ലഡ് ടെസ്റ്റുകളും മറ്റെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് എന്റെ മോനെ കിട്ടിയത്. അപ്പം ഇതുപോലെ നമ്മള് വീട്ടിൽ പ്രസവിച്ചു, കുഞ്ഞു മരിച്ചു. അതുകൊണ്ട് അത് കുഞ്ഞുങ്ങൾ മരിക്കുന്നതില് ഇവിടെ കണക്ക് കറക്റ്റായിട്ട് പറയുന്നില്ല. അമ്മ മരിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഇത്രയും വലുതായത്. അപ്പം കുഞ്ഞുങ്ങളുടെ കണക്കും എടുക്കണം. അത് നെക്സ്റ്റ് നമുക്ക് ആ പ്രോബ്ലം വരാതിരിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ കറക്റ്റായിട്ട് പോകണം എന്നുള്ളതാണ് അഭിപ്രായം. വളരെ വ്യക്തമാണ്. ഏതായാലും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ ഇരുന്ന് പൊതുവേദിയിൽ കാണുന്ന ലിജുവിനും അവിടുത്തെ ബന്ധുക്കൾക്കും എല്ലാവർക്കും പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കുകയാണ്. സഫിയ അല്ലേ, സൗഫിയ വിളിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണോ? അതെ അതെ. എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ആശുപത്രിയിൽ പോണ്ട എന്ന നിലപാട് ആളുകൾക്കുള്ളത്? ഹോസ്പിറ്റലിൽ എന്തായാലും പോകണം. അത് മുമ്പുള്ള ഓരോ നിയമങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത് അങ്ങനെന്നുള്ളത് കൊണ്ടായിരിക്കും ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് അത് മാറ്റി പറയുന്നുണ്ടോ അവർ? ചിലരെങ്കിലും മാറ്റി പറയുന്നുണ്ടോ? ഇല്ല, ഉസ്താദുമാരെന്നൊക്കെ വെച്ചാല് ഞാൻ ഇപ്പൊ ഒരു മുസ്ലിം തന്നെയാണ്. വേണ്ടിയതും വേണ്ടാത്തതൊക്കെ ചെയ്യുന്നുണ്ട്. വേണ്ടിയ മാതിരി ചെയ്യുന്നുണ്ട്, വേണ്ടാത്തതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഓല് ഇപ്പം കൊലപാതകങ്ങളൊക്കെ കഴിഞ്ഞാല് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ ഈ ശരീരങ്ങൾ എല്ലാവരും കാണുന്നില്ലേ? അപ്പൊ അതൊക്കെ ഓല് ഏറ്റെടുക്കണ്ടേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഹോസ്പിറ്റലിൽ വിട്ടുകൊടുക്കാൻ പറ്റൂലോ. അപ്പൊ നമ്മളെ നിയമങ്ങൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഇതിന് ഇങ്ങനെ ആശുപത്രിയിൽ പോണ്ട എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ വീട്ടുകാരും അതുപോലുള്ള പഠിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളും ഒക്കെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറ് സാധാരണ, സൗഫിയ? അതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ പോണോ, രോഗം വന്നാൽ ചികിത്സിക്കണോ? അങ്ങനെയാണെങ്കിൽ ഈ ഉസ്താദ് എന്ത് രോഗം വന്നാലോ അല്ലെങ്കിൽ ഒരു മുറിവേറ്റാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മതിയായ ആളുകളായിരിക്കണം. അല്ലെങ്കിൽ ഓരോന്നിനെ കൊല്ലാനായിട്ട് മെനക്കേടരുത്. വ്യക്തമാണ്. അത് സൗഫിയ എന്ന കൊയിലാണ്ടിയിലെ ഒരു സ്ത്രീയുടെ പ്രതികരണമാണ്. അത് കേരളം കേൾക്കേണ്ടതാണ്. ആളുകളെ കൊല്ലാൻ മുതിരരുതെന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കഥകളൊക്കെ കേട്ടിട്ട്? വിളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ആ തൊട്ടുമുമ്പ് ഒരു സംസാരം കേട്ട് വിളിച്ചു, അപ്പോഴും കിട്ടി. നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാണ് വിളിക്കണ്ടെന്ന്. ഞാൻ ഈ സ്ത്രീകളുടെ അഭിപ്രായം കൂടുതൽ അറിയാന്ന് വിചാരിച്ചിട്ടാണ്. ആയിക്കോട്ടെ, സ്ത്രീകള് സംസാരിക്കുന്നതന്നെ നിങ്ങൾക്ക് താല്പര്യം. ആയിക്കോട്ടെ, എന്നാലും ഞങ്ങൾ വിളിച്ചു, കിട്ടി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ വാക്ക് തന്നെ വേണേ. ഇന്ന് മൃഗങ്ങൾ പോലും പ്രസവിച്ച ഡോക്ടർമാരെ മൃഗ ഡോക്ടറെ വിളിക്കുന്ന കാലഘട്ടമാണത്. ആ വിവരദോഷിയോട് എവിടെയെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ പാവപ്പെട്ട ഈ സ്ത്രീ മരിച്ചെന്ന് പറഞ്ഞാൽ അവര് 5 പ്രസവം പ്രസവിച്ചിട്ട് പോലും നാട്ടുകാർ പോലും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അയാൾക്ക് ആ സ്ത്രീയെ മടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ രക്തം വാർന്നു പോയിട്ട് പോലും പുറം ലോകത്തിന് അറിയിക്കാത്തത്. അവന് അടുത്ത് നോക്കി 6 മാസത്തിനകത്ത് അടുത്ത് അവൻ വേറെ വിവാഹം കഴിച്ചിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ വിളിച്ച് ഈ നമ്പറിൽ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞോ. അത് അവർക്ക് എത്ര വേണോ കെട്ടാനുള്ള നിയമമുണ്ട്. അതിനുള്ള ഒരൊറ്റ അടവാണ് ഈ കാണിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, കൃത്യമാണ്. വർഗീസ് പറയുന്നു ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ ആളെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമാണ്. 5 വയസ്സേക്ക് വിവരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പോട്ടെ. മുഹമ്മദ് പറഞ്ഞത് തെറ്റാണ്. വീട്ടിൽ പ്രസവം
ഇംഗ്ലണ്ടിൽ 2% ഉള്ളൂ. അത് മിഡ്വൈഫ് സ്ഥിരമായി സന്ദർശിച്ച് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇംഗ്ലണ്ടിൽ നിന്നാണ് ഒരു പ്രേക്ഷക ഇത് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ശ്രീ മുഹമ്മദ് മട്ടന്നൂരിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ ഈ ഇംഗ്ലണ്ടിലിരുന്ന് സ്ത്രീകൾ കേൾക്കുന്നു, അങ്ങേക്ക് മറുപടി തന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇല്ല എന്നതാണ് അവർ പറയുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ മിഡ്വൈഫിൻ്റെ ഒക്കെ സ്ഥിരമായി അവിടെ സന്ദർശനം നടത്തി അങ്ങേയറ്റം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ ഇംഗ്ലണ്ടിൽ NHS ജോലി ചെയ്യുന്ന NHS ഹോസ്പിറ്റൽ സർവീസ് ആയിരിക്കുമല്ലോ, ബ്രൈറ്റി എന്ന ഒരു ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന ഒരു യുവതി നമുക്ക് അവരുടെ പ്രതികരണം നൽകുകയാണ്. നോക്കൂ, അപ്പോൾ ഈ മണ്ടത്തരം അവിടെ കേട്ടിട്ട് അവർക്ക് തന്നെ ചിരി വരികയാണ്. ഓക്കെ, എന്നോട് ഗോളാന്തരം ആരോഗ്യം ഹെയർ സ്റ്റൈല് ഒക്കെ കുറച്ച് മാറ്റി നല്ല ഗ്ലാമറായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മെസ്സേജുകൾ വായിക്കും. അപ്പോൾ ഗ്ലാമർ ആയിട്ടില്ല അല്ലേ? ഓക്കെ, ശരി. ഞാൻ നിങ്ങൾ കിടന്ന് അടികൂടുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ കമൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാത്തത്. ഗോളാന്തരം, നമ്മൾ ഈ പൊതു കാര്യങ്ങളിൽ ഇതൊരു ഇൻഫർമേറ്റീവ് പാനലാണ്, അപ്പോൾ അവിടെ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ കൂടുതൽ പ്രതികരിക്കണം എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, അങ്ങ് ഒരു പൊതുപ്രവർത്തകരാണല്ലോ, ഈ പ്രശ്നം ആ നാട്ടിലുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കേട്ടുകേൾവി പോലും ഉണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ കേരളത്തിൽ ഇത് മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പോഴും നമ്മൾ വികസനവാദവും പുരോഗമനവാദവും, നമ്മൾ ചന്ദ്രനിൽ പോകുന്നു, നമ്മൾ ചൊവ്വയിൽ പോകുന്നു, വലിയ എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ ഈ ചിലരെങ്കിലും മതങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് ആണ്. അവർക്ക് സ്ത്രീകൾക്ക് അതിന്റെ പുറത്ത് വരാൻ കഴിയുന്നില്ല. അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, തിട്ടൂരങ്ങൾ ഒക്കെ പാലിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, ഇതിൽ മറ്റൊരു ആരോഗ്യവകുപ്പിനൊരു വിഷയമുണ്ട്. ഇതിൽ ആരോഗ്യവകുപ്പ് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട്, പഴയ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വളരെ സംവിധാനങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി. നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്, കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായമൊക്കെ കൃത്യമാണ്. സന്തോഷ് വെള്ളരിക്കുണ്ട്. നമുക്ക് 2 സന്തോഷുകളാണ് കാസർഗോഡ് നിന്ന് വിളിക്കാറ്. ഒന്ന് തൃക്കരിപ്പൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ്, വെള്ളരിക്കുണ്ടിലെ സന്തോഷം പ്രിയപ്പെട്ട സന്തോഷ് തന്നെ. സന്തോഷ് ഇപ്പോൾ വെള്ളരിക്കുണ്ട് എന്നുള്ള സന്തോഷാണ് വിളിക്കുന്നത്. സന്തോഷ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ, ഞാൻ പ്രധാനമായി സ്ത്രീകളുടെ പ്രതികരണം കൂടുതൽ നമുക്ക് സമയം കൊടുക്കാം എന്ന് വിചാരിച്ചു. നമസ്കാരം സാറേ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കണ്ണൂരിലെ ഒരാളുടെ സംഭാഷണം കേട്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെയും ആള് നമ്മുടെ കേരളത്തിലുണ്ടല്ലോ, അവർക്കെല്ലാം എന്താണ് പറ്റിയത് എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ വിളിച്ചത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റസിയ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. റസിയ, കാസർഗോഡ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് ബോവിക്കാനത്ത് നിന്നാണ് വിളിക്കുന്നത്. ബോവിക്കാനത്ത് ഇത്തരം സംഭവങ്ങൾ റസിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ സാധാരണ പ്രസവമൊക്കെ അടുക്കുമ്പോൾ സ്ത്രീകൾ എന്താണ് പറയാറ്? ആശുപത്രിയിൽ പോകണമെന്നാണോ? എങ്ങനെയാണ് ആളുകൾ പറയാറ്? ഇതുവരെ നമ്മൾ കാസർഗോഡ് ഇങ്ങനെ ഒരു സംഭവം ഞാനായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ എന്തെന്നാണ് ഈ കേരളത്തിലൊക്കെ നടക്കുന്നത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ എന്താണ് ഇത് നടക്കുന്നത്? നമ്മൾ ഇസ്ലാം മതത്തിൽ ഒരിക്കലും ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മണ്ടത്തരം പറയാൻ മതത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ വരികയാണ് അല്ലേ? ഇതിന് മതത്തിന് യാതൊരു കാര്യം. മതത്തിനെ കൂട്ടുപിടിച്ചാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. അത് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് നമുക്ക് വരുന്നത്. വളരെ വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം. സാധാരണ ഈ റസിയ അവിടെ ആളുകളൊക്കെ പരിചയം, അപ്പൊ എല്ലാവരും അവിടെ സ്വാഭാവികമായി ആശുപത്രിയിൽ പോകാനല്ലേ എല്ലാവരും പറയുന്നത്? ആരെങ്കിലും അങ്ങനെ വിമുഖത കാണിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്റെ തൊട്ട് അയൽവാസിയിൽ തന്നെ ഒരു 6 മാസമായാലും ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ട്. അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അവർ ഹോസ്പിറ്റലിലോട്ടാണ് പറയുന്നത്, അല്ലാതെ വല്ല മെഡിസിൻ വാങ്ങിയോ അതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ മാനസിക അങ്ങനെ ഒരു ചിന്ത പോലും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും പിന്നെയും ഈ ഒരു കാര്യത്തിലോട്ടേക്ക് ജനങ്ങൾ നടക്കുന്നത്? ഇപ്പം മുസ്ലിം സ്ത്രീകളായാലും ഞാൻ ആരായാലും ഈ കാലഘട്ടത്തില് അത്രത്തോളം പുറത്തോട്ടേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന, അത്ര സോഷ്യൽ മീഡിയ കാര്യങ്ങളിലെല്ലാം കാണുന്നില്ല. എന്നിട്ട് എന്തിനാണ് ഈ സ്വന്തം വീട്ടിലുള്ള ഈ പ്രസവം നടത്തണം? എന്തിനാണ് അയാൾ ഈ കാര്യത്തിന് മുതിരണം? അതും 5ാമത്തെ പ്രസവം. അപ്പം ഈ 2 പ്രസവം 3 പ്രസവം ഹോസ്പിറ്റലിൽ പോയി നടത്തുമ്പോൾ ഇവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യം വീട്ടിൽ തന്നെ അവര് ചെയ്തത്?
ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേറെ ചില ആളുകൾ, ധൈര്യമുള്ള സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? പണ്ട് നമ്മള് ഉമ്മമാരെല്ലാം വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് അന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയാണ്. ഇപ്പൊ മുട്ടിന് ഹോസ്പിറ്റലാണ്. നമ്മള് വീട്ടിൽ വന്നിട്ട് ആശാ വർക്കർ നമ്മൾ ആരായാലും അയൽവാസിക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർക്ക് എന്താണെന്നുള്ള പരസ്പര സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ കാലഘട്ടത്തിൽ അത്രയും വിവരമില്ലായ്മയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്. യെസ്, വ്യക്തമാണ്. ശ്രീ റസിയയുടെ വാക്കുകൾ വളരെ കൃത്യമാണ്. അത് ഒരു ശരാശരി മലയാളിയുടെ പ്രതികരണം കൂടിയാണത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് റസിയ ചോദിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. സലീം കുമാർ, നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പ്രധാനമായും സ്ത്രീകൾക്ക് ഇന്ന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. സലീം കുമാറിന് എന്ത് പറയാനുണ്ട് ഈ വിഷയത്തിൽ? സലീം കൊല്ലം. ഹലോ. ഹലോ സാർ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇത്തരം അശാസ്ത്രീയമായ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം വേണം. അന്ധവിശ്വാസങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മെയിൻ കാരണം. കുറച്ചു മുമ്പ് ഒരു സുഹൃത്ത് ഇവിടുന്ന് കണ്ണൂരും, സുഹൃത്തെന്ന് പറയാൻ തന്നെ എനിക്ക് നാണമാണ്. അയാൾ വിളിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത്തരം ഇവരദോഷികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾക്ക് പ്രചാരം നൽകുന്നത്. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളൊരു കാര്യം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തങ്കച്ചൻ എനിക്ക് പറയാം സാറിന് അന്ധവിശ്വാസം ഒന്നുമല്ല. ഒന്നെങ്കിൽ ഒരു മനുഷ്യന് പണമില്ല, അല്ലെങ്കിൽ അവർക്ക് ഭയം. ഉള്ളിലെ ഭയം. നമുക്കൊരു ഹസീന ഇപ്പം സമരം നടത്തുന്നില്ലേ കപ്പലുമായിട്ട് കുടുങ്ങിയാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ പോയ ഞങ്ങൾ പാവപ്പെടുന്ന ജനങ്ങൾ ഗവൺമെന്റ് പോയി. ഞാൻ പ്രധാനമായും നമ്മൾ സ്ത്രീകളുടെ പ്രതികരണമാണ് തരുന്നത്. ഏതായാലും അങ്ങയുടെ വാക്കുകൾ കൃത്യമാണ്. റെജീന എൻ്റെ പൊതുവേദിയുടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. റെജീന, ഞാനിന്ന് റെജീന വിളിക്കുമെന്ന് ഏറെക്കുറെ വിചാരിക്കുകയാണ്. കാരണം ശ്രീമതി റെജീന പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകളുടെമായി ബന്ധപ്പെട്ട് നിറയെ ഇടപെടുന്ന ഒരാളാണ്. നമ്മുടെ ആ പരിസരത്ത് പാലക്കാടൊന്നും ഇത് അങ്ങനെ കേൾക്കാത്തതാണ്. ശ്രീമതി റെജീനയ്ക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ചാൽ മതി, ആശുപത്രിയിൽ പോകണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത്? നമസ്കാരം. സുഖമല്ലേ സാറേ? സുഖമായിരിക്കുന്നു. ഓക്കെ സാർ, ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള ബോധം ഇല്ലാത്തതാണ് ഇതിന്റെ വലിയൊരു കാര്യം. നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ഇടപെടുക, നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കൃത്യമായിട്ട് അത് സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഒക്കെ പുരോഗമിച്ചില്ല സാറേ. പക്ഷേ ശ്രീമതി റെജീന, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടോ? ഇത് മതപരമായി ആശുപത്രിയിൽ പോകുന്നത് എതിരാണ്, അങ്ങനെ വല്ല തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? ആ മതത്തിനും പങ്കുണ്ട് ഇതില് ആരോഗ്യ മേഖലയെ അവർക്ക് ബോധമില്ല. ഇതിപ്പോ പുതിയ കാലഘട്ടത്തില് സ്ത്രീകൾ നേരിടുന്ന കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു വീട്ടിലുള്ള പ്രസവം. അവരതിനനുസരിച്ചിട്ട് ആരോഗ്യ അന്നത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളും അല്ലല്ലോ സാർ ഇപ്പോ. എന്നാലും അന്നും ഈ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ 5-6 കുട്ടികളെ പ്രസവിച്ചാൽ 2-3 കുട്ടികൾ മരിച്ചു പോകും, ബാക്കി 2-3 പേർ മരിക്കും. മാത്രമല്ല, ശരാശരി ആയുസിന്റെ ഇത് 60 വയസ്സിൽ താഴെയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി 80 വയസ്സ് വരെ ആളുകൾ ജീവിക്കുന്ന സാഹചര്യം വന്നു കൂടുതലും, അല്ലേ? എന്നിട്ടും ഇതപ്പോ ചില മതത്തിന്റെ ഒരു പിന്തുണ ഇവർക്ക് കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും മതത്തിന്റെ പിന്തുണ നല്ലവണ്ണം കിട്ടുന്നുണ്ട്. മതം ഇപ്പൊ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഇത് പറഞ്ഞ സാർ, നമ്മുടെ എന്താണ് അന്യ ഒരു പുരുഷൻ, എങ്ങനെ ഞാനത് പറയാം, ശരീരം കാണുന്നു എന്ന തെറ്റിദ്ധാരണയാണ് വരുന്നത്, അല്ലേ? അതെ. അത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെയോ വലിയൊരു അപകടം സംഭവിക്കുന്ന പോലെയാണ് അവരത് നോക്കിക്കാണുന്നത്. നമുക്ക് അത് ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തോട് മല്ലടിച്ച് ഇരിക്കുന്ന ആ ഒരു സമയമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയും നമ്മള് അമ്മയും കുഞ്ഞും വേറെ നമ്മൾ ആ സമയത്ത് പറഞ്ഞ ഞാനൊരു ആയതുകൊണ്ട് പറയണ നമ്മള് ആ സമയത്ത് പറഞ്ഞ നമ്മൾ അത്രയും ഒരു പ്രാർത്ഥനയിലോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം നമ്മുടെ ശരീരം കൂടി നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് സാറേ. ഇപ്പൊക്കെയാണെന്ന് പറഞ്ഞാല് നമ്മൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല, റെസ്റ്റ് ഒന്നുമില്ല. ഫുൾ ടൈം ജോലി എടുക്കല് കാര്യങ്ങൾ. ഇപ്പോ ഒരു സമയം നമ്മളൊരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് അവര് റെസ്റ്റ് ആണ് പറയണത്. ഒന്നത് ഇത് മതത്തിൽ നല്ല പങ്കുണ്ട്. പിന്നെ വ്യാജൻ ഈ അക്യുപഞ്ചർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവരെ അടിച്ച് പുറത്താക്കണം. ശരിക്കും നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു വാർഡിലൊക്കെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ കച്ചവടം പൂട്ടിക്കണം അവിടെ. ഈ ഒരു വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ഒരു അറിവുമില്ല, വന്ന് ഓരോന്ന് തട്ടിവിടുകയാണ്, അല്ലേ? അത് വിശ്വസിക്കാൻ കൊറേ
കുറെ എന്താണ് ഒരു തലയിൽ തലച്ചോറില്ലാത്ത ജീവികളും അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്വന്തം ഈ 5ാമത്തെ പ്രസവത്തിലാണ് സ്ത്രീ മരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനത്തെ വീട്ടിലായിരിക്കും ചിലപ്പോൾ സ്ത്രീയുടെ പ്രസവം നടന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ പോയി പിന്നെയാണ് ഈ ധാരണ വന്നത്. പിന്നെ ആൾക്ക് അങ്ങനെ വേണമെങ്കിൽ 4 കുട്ടികളെ പ്രസവിച്ചപ്പോഴൊന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ശരീരം ആരെങ്കിലും കണ്ട അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവുന്ന അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത് 5ാമത്തെ ആയപ്പോഴായിരിക്കും ബോധം വന്നിട്ടുണ്ടാവുക. ആദ്യം ഈ വ്യാജന്മാരെ അടിച്ച് പുറത്താക്കുക. അവരുടെ ഒരു വാർഡ്, ഇപ്പം എന്റെ വാർഡിൽ എവിടെയാണെങ്കിലും നമ്മുടെ ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം നടത്തി കേസ് കൊടുത്ത് അവരിനെ പൂട്ടിക്കണം. അവന് വേണ്ട, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരണം. അവരതിന് പ്രിപ്പയർഡ് ആണോ അല്ലെങ്കിൽ അവരതിന് ക്വാളിഫൈ ആണോ എന്നും കൂടി നമ്മളത് പരിശോധിക്കണ്ടേ സാറേ? എന്നിട്ട് വേണ്ട അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അതാണ്, അത് വളരെ കൃത്യമായ ഒരു പ്രതികരണമാണ്. റെജീന പാലക്കാട്ടെ ഒരു പൊതുപ്രവർത്തകയാണ്, ഇത്തരം നിരവധി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്, കൃത്യമായ ഒരു അവബോധം ആളുകൾക്ക് നൽകുന്ന ഒരാളാണ്. ഇത്തരം ആളുകളാണ് സത്യത്തിൽ പൊതുവേദിയുടെ കരുത്തായി വരുന്നത്. രാജേഷ് ആർ എനിക്ക് എഴുതുന്നു, സിമ്പിൾ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഇസ് ടു നോട്ട് ഗിവ് ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ടു ചിൽഡ്രൻ ബോൺ അറ്റ് ഹോം എക്സെപ്റ്റ് ഇൻ എമർജൻസി കേസസ്. ദ പാരൻസ് ഷുഡ് ഗിവ് എക്സ്പ്ലനേഷൻ about the circumstance of undertaking home birth എന്ന് രാജേഷ് പറയുന്നു. രാജേഷിൻ്റെ പ്രതികരണം വളരെ വളരെ കൃത്യമാണ്. ഓക്കെ, റെജീനയ്ക്ക് സുനിൽ കുമാർ പിന്തുണ നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ റെജീനയ്ക്കും അഭിപ്രായത്തിനും പിന്തുണ കിട്ടുകയാണ്. അത് കിട്ടേണ്ടതാണ്, ശരിയായ ഒരു അഭിപ്രായമാണ്. ആബിദ് മാഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ആബിദ്, കേൾക്കാമോ? യെസ്, എനിക്ക് ഫിറോസ് പരപ്പനങ്ങാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഫിറോസ്, നമസ്കാരം. ഫിറോസിന് എന്ത് തോന്നുന്നു? ഫിറോസ്, ഈ സംഭവം, ഈ വീട്ടിലെ പ്രസവം എത്ര കാലം കൊണ്ട് ഇനി അവസാനിക്കും? ഞാൻ ആദ്യമായി പറയാൻ ഉദ്ദേശിച്ച കാര്യം, വീട്ടില് പണ്ടും പ്രസവിച്ചിട്ടുണ്ട്, ഇന്ന് കൂടുതൽ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് മതത്തിന്റെ ഒരു കൂട്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കണ്ടത്. സത്യത്തിൽ മതത്തിന് ഇതിലൊരു പങ്കുമില്ല. മതത്തിന് ഇതിലൊന്നൊരു പങ്കുമില്ല. ഇത് ചില ആളുകൾ തെറ്റിദ്ധാരണ ഒരു പങ്കില്ല. എല്ലാ മതങ്ങളും കൃത്യമായി മനുഷ്യനെ ജീവിതത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നതാണ്. മതങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല. പല ആൾക്കാരും മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ അന്ധവിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും വളർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് മതങ്ങൾ. അത് ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മതത്തിനെയും ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അന്ധവിശ്വാസത്തിനെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുണ്ട്. ക്രിസ്ത്യൻ മതത്തിലുണ്ട്, ഹൈന്ദവ മതത്തിലുണ്ട്, ഇസ്ലാമിക മതത്തിലും, എല്ലാ മതത്തിലും മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികൾ ഒരുപാടുണ്ട്. ബലി കൊടുക്കുന്ന ആൾക്കാരില്ലേ? അപ്പൊ അത് മതത്തിന്റെ മതത്തിൽ അങ്ങനെ മനുഷ്യബലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ മതത്തിന്റെ പേര് കൂട്ടുപിടിച്ച് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ, അവരുടെ വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവര് മതത്തിനെ കൂട്ടുപിടിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്തത് സുരേന്ദ്രൻ അല്ലേ? സുരേന്ദ്രൻ കേൾക്കാമോ? യെസ്, ഞാൻ സുരേന്ദ്രനിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ്റെ ടെലിഫോൺ. നാസർ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നാസർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ നാസർ, കണ്ണൂർ എവിടെ? കണ്ണൂർ ടൗൺ അടുത്താണ്, കോർപ്പറേഷൻ ഏരിയയിൽപ്പെട്ടതാണ്. കോർപ്പറേഷൻ ഏരിയ. ആ സ്ഥലം ഏതാ? വാരമൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. വാരം ഈ അടുത്ത ഒരു വലിയ വിവാദത്തിൽ കുടുങ്ങി അവിടെ ഒരു ഡിസ്റ്റിലറി വരുമെന്നൊക്കെ പറഞ്ഞ് കുറെ മുമ്പ് ഒരു വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് നല്ല സ്ഥലമാണ്. ഈ സാർ, ഇത് മതമായിട്ട് ഒരു ബന്ധുവില്ല. ഈ മതത്തിൽ ചില വ്യതിചലിച്ച ചില സരണി വേറെ ഒരു മഹാപുരുഷന്മാരെ മുൻനിർത്തിയിട്ട് കളിക്കുന്ന കുറച്ച് ടീമാണ്. മത ബാന്ധാവിനായിട്ട് തെറ്റി നിൽക്കുന്ന ടീമാണ് ഇവര്. സാർ, എന്റെ മദർ 3 പ്രാവശ്യം ഇരട്ട പ്രസവിച്ചതാണ്. അതിന്റെ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത്. ഇപ്പൊ എനിക്ക് 2 ആൺകുട്ടികളാണ്. അവരെല്ലാം ഹോസ്പിറ്റലിലാണ് എന്റെ വൈഫ് പ്രസവിച്ചത്. അതൊന്നും മതമായിട്ട് യാതൊരു ബന്ധമില്ല. എന്റെ തൊട്ടടുത്തൊരു അയൽവാസി കുട്ടി പ്രസവിക്കുമ്പോ ആ സ്ത്രീ അടക്കം മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണ് മരിച്ചിട്ടുള്ളത്. ഇതിന് മതമൊന്നുമില്ല സാർ. ഇതിന് ഇവരെ കർശനമായി നേരിടാം. ഇവർ ഈ ഇസ്ലാമിന്റെ വ്യതിചലിച്ച ഒരു തരീക്കത്ത് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. നമ്മുടെ ഈ സുന്നി വിശ്വാസികളാണ് ഇതിലുള്ളത്. ഇവര് വ്യാജ വേഷങ്ങൾ കെട്ടി
കേട്ടോ സാർ, ഇവരെ നിലനിർത്താൻ പോലീസ് തന്നെയാണ് മെനക്കെടേണ്ടത്, സർക്കാരിന്റെ പിന്തുണയുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ നടത്തുന്ന മതസ്ഥാപനങ്ങളും മതസംഘടനകളാണ്. അപ്പൊ മതമൊന്നും ഹോസ്പിറ്റലൊന്നും ഒരിക്കലും ഇതിനൊന്നും എതിരല്ല. അത് ശരിയാണ്. കാരണം പല MES പോലുള്ള മുസ്ലിം പിന്നെ പുരോഗമനം ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ആസ്പത്രികളാണ് തുടങ്ങുന്നത്. അതാണ് പലർക്കും ഗുണകരമാണ്. ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആസ്ഥാനങ്ങളിലെ നോളേജ് സിറ്റി, അവിടെ എല്ലാ ഹോസ്പിറ്റലും എല്ലാ ശൃംഖലയും ഉണ്ട്. കോഴിക്കോടിലെ ഹോസ്പിറ്റല്, പിന്നെ നോളേജ് സിറ്റിയിൽ എല്ലാ ശൃംഖലകളും ഉണ്ട്. എല്ലാ യുനാനി, ആയുർവേദിക്, മെഡിസിൻ ഒക്കെ എല്ലാം ഉണ്ട്. ആയുർവേദ, അലോപ്പതി ഒക്കെ ഉണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കൃത്യമായ വാരത്തുള്ള നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ആബിദ് മാഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആബിദ്, എനിക്ക് തോന്നുന്നു ആബിദിൻ്റെ ഫോണിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അടുത്ത ആൾ. യെസ്, നമുക്ക് അപ്പോൾ പല ആളുകളും ഈ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതിനെ സംബന്ധിച്ചുള്ള ആശ്ചര്യമാണ് ഈ അവരുടെ ചാറ്റുകളിലൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇതിന് സത്യത്തിൽ മതവുമായൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനായി മതത്തെ കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലല്ല, ലോകത്ത് പലയിടത്തുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എതിരെ നമ്മൾ ശാസ്ത്രാവബോധം വളർത്തുക എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ചില ക്യാമ്പയിനുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഭാവി കേരളത്തെ അല്ലെങ്കിൽ സുരക്ഷിതമായി വളർത്താനുള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തേണ്ടത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ വീട്ടിലെ പ്രസവത്തിൻ്റെ പ്രധാന കാരണം മതമാണോ എന്നായിരുന്നു ചോദ്യം. പക്ഷേ അതിൽ 76% ആളുകൾ മതത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് കേട്ടോ. മതത്തിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ 24% ആളുകൾ മതത്തിൻ്റെ പേരിലല്ല എന്ന് പറയുന്നു. ഏതായാലും ആരോഗ്യപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും അവകാശമായി തന്നെ എടുക്കേണ്ട ഒന്നാണ്. അത് ഉറപ്പാക്കാൻ ഒരു രാജ്യവും ഭരണകൂടവും ജനാവലിയും ഒക്കെ മുൻകൈയെടുത്ത് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പൊതുവേദിക്കും പറയാനുള്ളത്. ഇന്ന് നിരവധി സ്ത്രീകൾ അവരുടെ പ്രതികരണവുമായി പൊതുവേദിയിൽ വന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊരു പക്ഷേ ഇത് വ്യക്തമാക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.